എത്തുന്നു. അപ്പോൾ വിക്ടറിന്റെ അടുത്തേക്ക് ക്ലേ എന്ന് പേരുള്ള ഒരു പെണ്ണ് വന്നിട്ട് ഈ കൂടെയുള്ളത് ആരാണെന്ന് വിക്ടറിനോട് ചോദിക്കും. ഇത് സാമിന്റെ അനിയനാണെന്ന് പറയും. അപ്പോൾ ക്ലേ നെറ്റിനോട് പറയും, ആ രണ്ടാമത്തെ ക്രോസ് ഇവന്റെ കയ്യിലൊന്നുമില്ല, അത് എന്റെ കയ്യിലാണ് ഉള്ളതെന്ന്. ഇവൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്, ഇവനെല്ലാം കള്ളമാണ് പറയുന്നതെന്ന്. അപ്പോൾ വിക്ടറും പറയും, എന്റെ കയ്യിലല്ല, ഇവളുടെ കയ്യിലാണ് ആ സെക്കൻഡ് ക്രോസ് ഉള്ളതെന്ന്. എന്നാൽ അപ്പോൾ നെറ്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന ക്രോസ് ബാഗിൽ നോക്കുമ്പോൾ അത് കാണാനില്ല. അത് ആ പെണ്ണ് മോഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നെറ്റ് അവളുടെ പിന്നാലെ ഓടും. അവൾ ഓടി അവളുടെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും നെറ്റും വിക്ടറും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ആ രണ്ട് ക്രോസും ഉള്ളത് നിന്റെ കയ്യിലാണ്, പക്ഷെ എവിടെയാണ് സ്വർണം ഉള്ളതെന്ന് നിനക്കറിയില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് നിന്ന് അത് കണ്ടുപിടിക്കാമെന്ന് നെറ്റ് അവളുമായി ഒരു ഡീൽ ഉണ്ടാക്കും. അങ്ങനെ ആ ബുക്കിലുള്ള സ്ഥലം ഒരു ട്രീ അല്ല, അതൊരു പള്ളിയാണ് എന്ന് മനസ്സിലാക്കി നെറ്റ് അവരെയും കൊണ്ട് ആ പള്ളിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴും വിക്ടർ നെറ്റിനോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇവളെ വിശ്വസിക്കരുത്, ഇവൾ ചതിക്കുമെന്ന്. എന്നാൽ ഇതേ സമയം തിരിച്ച് സ്പെയിനിലെത്തിയ സാന്റിയാഗോ തന്റെ അച്ഛനോട് തങ്ങളുടെ ഫാമിലി സ്വത്തെല്ലാം ഇനി ഞാൻ നോക്കിക്കൊള്ളാം, അച്ഛൻ അതെല്ലാം എനിക്ക് എഴുതി തരണമെന്ന് പറയും. എന്നാൽ നിനക്ക് നശിപ്പിക്കാൻ ഒരു ചില്ലി കാശ് തരില്ല എന്ന്